ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം കേട്ടോ. അപ്പൊ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ. അതോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് കടന്നാലോ. അത്രയ്ക്ക് രസകരമായ കാര്യങ്ങളൊന്നും അല്ല നമ്മുടെ കഥയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ബാലചന്ദ്രനെ ഹോസ്പിറ്റലിലാക്കിയിരിക്കുകയാണ്. ബാലചന്ദ്രൻ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. വളരെ അധികം ദയനീയമായ ഒരു അവസ്ഥയാണ് ബാലചന്ദ്രന്. തന്റെ മകൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് സത്യം പറഞ്ഞ ബാലചന്ദ്രന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കള്ളു കുടിക്കും, ചീത്തക്കൂട്ടുകെട്ടിട്ട് ഉണ്ട് എങ്കിലും ഇതുപോലൊരു ക്രൂരത ഒരു പെണ്ണിനോട് കാണിക്കുമെന്ന് ബാലചന്ദ്രന് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മുടെ അലീന നേരെ കൃഷ്ണമോളെ വിളിച്ചു കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു സീനാണല്ലോ കാണിച്ചത് ലാസ്റ്റ് ഭാഗമായിട്ട്. അപ്പൊ അലീന കൃഷ്ണമോളെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. കൃഷ്ണമോൾക്കാണെങ്കിലോ വല്ലാത്തൊരവസ്ഥ. രണ്ട് പെൺപിള്ളേർ തന്നെയല്ലേ ഉള്ളൂ ആ വീട്ടില്. കൃഷ്ണമോളാണെങ്കിൽ ബബിതയോട് ഓരോ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ബബിതയ്ക്ക് അതങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. ബബിതയുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും ചെയ്യും എന്നുള്ള രീതിയിൽ. ബബിതയ്ക്കാണെങ്കിൽ ബബിതയും ഒരു തോന്നിവാസിയാണ് സത്യം പറഞ്ഞാൽ. ബബിതയും ഇനി ഒരു ശരണ്യ ഉണ്ടെങ്കിൽ അത് ബബിത തന്നെയായിരിക്കും. കാരണം അതുപോലെയാണ് ബബിതയുടെ കൂട്ടുകെട്ടും കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മുടെ അലീന മനുവിനെ വിളിക്കും. മനുവിനെ അല്ല അലീന വിളിക്കുന്നത്, മനു അലീനയെ വിളിക്കുകയാണ്. അപ്പം ഫോൺ എടുത്തിട്ട് മനുവേട്ട മനുവേട്ട എന്ന് പറഞ്ഞപ്പം, അല്ല ഇപ്പൊ നീ ഏത് ഹോസ്പിറ്റലിലാണ് ഉള്ളത്, അല്ല എങ്ങനെയുണ്ട് അങ്കിളിന് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അതുവിന് ഇന്ന ഹോസ്പിറ്റലിലാണ് ഉള്ളത്, കാര്യം പറയാതിരിക്കുന്നതാ മനുവേട്ട നല്ലത്. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛന്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ദയനീയമാണ്. അച്ഛനെ ഇവിടെ കൊണ്ടുവന്നപ്പോ അച്ഛന് ബോധമൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ അച്ഛന് ലേശം ബോധമൊക്കെ കിട്ടിയിട്ടുണ്ട്. എങ്കിൽ പോലും അച്ഛൻ ആ ഒരു പഴയ അവസ്ഥയിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല. വളരെയധികം മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ അച്ഛന് ബുദ്ധിമുട്ടാണ്. എന്താ മനുവേട്ട സംഭവിച്ചത്, എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വേറൊന്നുമല്ല, എനിക്കൊരു അനിയനുണ്ടല്ലോ ഹരി, അവൻ തന്നെയാ കാരണം, അവനാ ഇതിനെല്ലാത്തിനും കാരണക്കാരൻ. അല്ല അലീനെ, എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, രോഹിത്തിനെ അവിടെ നിന്ന് കൊണ്ടുപോയപ്പം രോഹിത്ത് എന്താ പറഞ്ഞത് എന്നാണ്. അപ്പൊ രോഹിത്ത് എന്താ പറഞ്ഞതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലും അവൻ ഇത് ചെയ്തിട്ടില്ല എന്നൊക്കെയാ പറയുന്നതെന്നാണ് പറഞ്ഞതെന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും മനു ചോദിക്കുന്നുണ്ട്, അല്ല നിനക്ക് തോന്നുന്നുണ്ടോ രോഹിത് ഇതൊന്നും ചെയ്തില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ എനിക്കതൊന്നും അറിയില്ല മനുവേട്ടാ. എനിക്കിപ്പോ അച്ഛന്റെ അവസ്ഥ ഓർത്തിട്ട് വളരെയധികം സങ്കടം തോന്നുക. കാരണം അച്ഛൻ ഇവിടെ എന്തൊക്കെയാ പറയുന്നതെന്ന് എനിക്ക് അറിയില്ല. അച്ഛന് വല്ലാത്തൊരവസ്ഥയിലാണ്. പിന്നെ അമ്മ ഈ വിവരമൊന്നും അറിഞ്ഞിട്ടുമില്ല. എന്ത് ചെയ്യണമെന്നൊരു എത്തും പിടിയും കിട്ടുന്നില്ല. കൃഷ്ണമോളും ബബിത അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മനു പറഞ്ഞു, നീ പേടിക്കൊന്നും വേണ്ട, ഏതായാലും രോഹിത്തിനെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടല്ലോ, അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവന് ശിക്ഷ കിട്ടണം. അല്ല നിന്റെ അഭിപ്രായം എന്താ, അവരെ രക്ഷിക്കണമെന്നാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഒരിക്കലും അവരെ രക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നില്ല മനുവേട്ട. രോഹിത് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് രോഹിത് ആകട്ടെ ഹരി ആകട്ടെ ആരും ആകട്ടെ, അവരിത് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു പെണ്ണിനോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും ശിക്ഷ കിട്ടിയിരിക്കണം, ശിക്ഷ അവർക്ക് കിട്ടണം, അവർക്ക് ശിക്ഷ കിട്ടുക തന്നെ വേണം എന്നൊക്കെ പറയാ. അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആണെങ്കിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലീന വീട്ടിൽ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഫോൺ കോളൊക്കെ നടക്കുന്നത്. അലീന നെടുപുരയ്ക്കൽ വന്നതിന് ശേഷമാണ്, ഹോസ്പിറ്റലിൽ നിന്ന് നെടുപുരയ്ക്കൽ വന്നതിന് ശേഷം. അപ്പൊ ഇത് നമ്മുടെ ബബിതയും കേൾക്കുന്നുണ്ട്. അപ്പൊ ഫോൺ കട്ട് ചെയ്തു. ഫോണൊക്കെ ഇത് ശിക്ഷ മേടിച്ചു കൊടുക്കണം, തെറ്റ് ചെയ്തിട്ടുണ്ട് ശിക്ഷ തന്നെ മേടിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫോൺ കട്ട് ചെയ്തത്. അപ്പൊ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ ബബിത പുറകിൽ നിൽക്കണ്ടായിരുന്നു. അപ്പം ബബിത പറഞ്ഞു, നിനക്കിപ്പോ സമാധാനമായില്ലേടി, നീ ആഗ്രഹിച്ച പോലെയൊക്കെ നടന്നില്ലേ, ഞങ്ങളുടെ കുടുംബം തൊലഞ്ഞില്ലേടി എന്ന് പറഞ്ഞപ്പോ, എന്താ ബബിത നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത്, ഞാൻ എന്താ ആഗ്രഹിച്ചത്, നിങ്ങളുടെ കുടുംബം തൊലയാനോ? ഒരിക്കലും ഞാൻ അത് ആഗ്രഹിച്ചിട്ടില്ല. നിങ്ങളുടെ കുടുംബമല്ല, നമ്മുടെ കുടുംബം, ഇത് എന്റെയും കൂടെ കുടുംബമാ, എന്റെയും കൂടെ സഹോദരനാ രോഹിത്. അവനെ പോലീസ് കൊണ്ടുപോയത് ഓർത്തിട്ട് എനിക്ക് സങ്കടമില്ലെന്ന് ഓർത്താണ് നീ ഇരിക്കുന്നത്. പക്ഷെ നിനക്കറിയാലോ, നിന്നെപ്പോലൊരു പെണ്ണല്ലേ ആ പെങ്കൊച്ചിന്റെ പേരെന്താ, ശരണ്യ. അവള് നിന്നെപ്പോലൊരു പെങ്കൊച്ചല്ലേ. നീ ഒന്ന് ഓർത്തേക്ക്, നിനക്ക് അങ്ങനെ വരുന്നൊരവസ്ഥ, നിന്റെ കാമുകൻ, നിനക്കുണ്ടല്ലോ ഒരു കാമുകൻ, അവൻ നിന്നെ ഇങ്ങനെ കൊണ്ടുപോയി കൂട്ടുകാർക്ക് കാഴ്ച വെക്കുക എന്ന് പറയുന്നത് അത്രയധികം ദയനീയമായ ഒരു അവസ്ഥയാണ്. ആ പെങ്കൊച്ചിനൊന്ന് കരയാൻ കൂടി കഴിഞ്ഞിട്ടില്ല. അതിന് എന്തൊക്കെയോ മരുന്ന് കൊടുത്ത് അതിന്റെ ബോധം നഷ്ടപ്പെടുത്തി അതിനെ അവന്മാർ എന്തൊക്കെയാ ചെയ്തതെന്ന് നിനക്കറിയാമോ? നീ ഒന്ന് ഓർത്തു നോക്കിയാൽ നിനക്ക് അല്ലെങ്കിൽ കൃഷ്ണമോൾക്ക് ഇതൊക്കെ സംഭവിച്ചാൽ എന്താ ഉണ്ടാകാൻ പോകുന്നത്? അത് തന്നെ എനിക്ക് പറയാനുള്ളൂ. അതിപ്പം അച്ഛനാണെങ്കിലും അനിയനാണെങ്കിലും അമ്മയാണെങ്കിലും ചേട്ടനാണെങ്കിലും ആരാണെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ,
അതിനുള്ള ശിക്ഷ കിട്ടിയിരിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളത് പറഞ്ഞപ്പോ അല്ലെങ്കിൽ നിനക്ക് അങ്ങനെയാണല്ലോ വേണ്ടത്. എടി എന്റെ ഏട്ടനല്ലേ ഹോസ്പിറ്റലില്, നിന്റെ ഏട്ടനെ ആവില്ലല്ലോ ഒരിക്കലും. കാരണം നീ അച്ഛന്റെ മോളല്ലല്ലോ, നീ അച്ഛന്റെ വ്യാജ മോളല്ലേ. അച്ഛൻ വെറുതെ നിന്നെ മോളാണെന്നും പറഞ്ഞ് പേരിന് കൊണ്ട് നടക്കുന്നതല്ലേ. അപ്പൊ നീ ഇങ്ങനെ പറയത്തുള്ളൂ. ഇനിയിപ്പം നിനക്ക് എന്തു ആവാലോ ഏതു ആവാലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബബിത അങ്ങ് പോവാണ് കേട്ടോ. അലീനയ്ക്ക് എന്ത് പറയാൻ, അലീന ഇപ്പൊ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് മനസ്സിലായി. ഏതായാലും ഇത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ മനു ആണെങ്കിൽ അലീനയോട് സംസാരിക്കുന്നതൊക്കെ അവിടെ നിന്ന് നമ്മുടെ കമലയും കേട്ടിരുന്നു. കമല ഇത് കേട്ട ഉടനെ, നിനക്ക് അവളോടുള്ള ഫോൺ വിളി ഇതുവരെ തീരാറായില്ലേടാ. എടാ നിന്റെ അനിയന് ഇപ്പം കിടക്കുന്നത് ലോക്കപ്പിലാ, അവനെ എങ്ങനെയെങ്കിലും ഇറക്കാൻ നോക്കല്ലേ ചെയ്യേണ്ടത്. അവള് പറയുന്ന ഓരോന്ന് കേട്ട് നീ കിന്നരിച്ച് നിൽക്കുകയാണോ? അവൾ ഒറ്റ ഒരുത്തി കാരണം ഇതൊക്കെ, അവൾ ഒറ്റ ഒരുത്തി കാരണമാ ഈ കുടുംബം തൊലഞ്ഞത്, ഈ കുടുംബത്തിൽ ഇത്രയൊക്കെ ഉണ്ടായത് അവൾ ഒറ്റ ഒരുത്തി കാരണമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കമല അങ്ങോട്ട് തുടങ്ങിയപ്പോഴത്തേക്കും നിർത്തുന്നുണ്ടോ? മതി, കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. ഇനി എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ, അതെ അവള് കാരണം എങ്ങനെ ഇതൊക്കെ സംഭവിക്കും? ഇതൊരിക്കലും അവള് കാരണമല്ല, ഇതിന്റെ ഒരേ ഒരു കാരണക്കാരി ഹരിയെ പ്രസവിച്ച സ്ത്രീയാ, അതായത് ഈ നിൽക്കുന്ന എന്റെ അമ്മേ ഒന്നോർത്തോ, വളർത്തു ദോഷം. ആ ദോഷം എന്തായാലും മനുവിനുണ്ടല്ലോ, അല്ല മനുവിനല്ല ഹരിക്കുണ്ടല്ലോ. അല്ല വളർത്തു ദോഷം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിന്നെ ഞാനല്ലേടാ വളർത്തിയത്, അപ്പൊ നീ എന്തുകൊണ്ട് ഇങ്ങനെയൊന്നും ആയി പോയില്ല? പിന്നെ ഹരി എങ്ങനെ ഇങ്ങനെയൊക്കെ ആയി? അത് അമ്മയൊന്ന് ഇരുത്തി ചിന്തിക്ക്, ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ആയില്ല, ഹരി എന്തുകൊണ്ട് അങ്ങനെ ആയിന്ന്. ഒരു പെങ്കൊച്ചിന്റെ മാനവും ജീവിതവും ഒക്കെ കളഞ്ഞിട്ട് നിന്ന് പ്രസംഗിക്കുന്നു, മകന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു. നാണം ഉണ്ടോ അമ്മയ്ക്ക്? ഞാനൊരു കാര്യം പറയാ, അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യും. ലാളിച്ച് കൊഞ്ചിച്ച് വഷളാക്കി വെച്ചിട്ട് ഒരു പെങ്കൊച്ചിന്റെ ജീവിതവും നശിപ്പിച്ച് കളഞ്ഞിട്ട് ഇപ്പൊ ന്യായം പറയാൻ നിങ്ങൾക്ക് നാണമില്ല സ്ത്രീയെ എന്ന് തന്നെയാണ് നമ്മുടെ മനു കമലയോട് ചോദിക്കുന്നത് കേട്ടോ. എന്നിട്ട് പറഞ്ഞു കമലയോട് മനു പറഞ്ഞു, ഇവിടെ ഉണ്ടല്ലോ എന്റെ ഒരു പെങ്ങള്, നിങ്ങൾക്കൊരു മോള്, അവൾക്ക് ഈ അവസ്ഥ വരുന്നതെങ്കിൽ നിങ്ങൾ കൂട്ടുനിൽക്കുവോ? അങ്ങനെ ചെയ്തവനെ നിങ്ങൾ വെറുതെ വിടുവോ? ഇല്ലല്ലോ, ഒരിക്കലും വെറുതെ വിടില്ലല്ലോ. പിന്നെ എന്തും ഏതും പറയുമ്പോ അലീനയുടെ മെക്കിട്ട് കയറിയിട്ട് യാതൊരു കാര്യവുമില്ല. അവളൊക്കെ ഉണ്ടല്ലോ നല്ല രീതിയിൽ വളർന്നവളാ. അതുപോലെയല്ല ഹരി, അവനാണെങ്കിൽ ഇപ്പം ആ രോഹിത്തിന്റെ കൂടെ കൂടി അവനെയും വഴിതെറ്റിച്ച് അതൊന്നും പോരാഞ്ഞിട്ട് ഇപ്പത്തെ രണ്ട് കൂട്ടുകാരെയും കൂട്ടി ലോകത്തെമ്മാടിത്തരം കാട്ടി വെച്ചിരിക്കുന്നു. ഈ പത്രത്തിലൊക്കെ ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട്, 4 പേര് കൂടി 5 പേര് കൂടി ഒരു പെങ്കൊച്ചിനെ നശിപ്പിക്കുക എന്നുള്ളതൊക്കെ. ഇതാദ്യമായിട്ട് സ്വന്തം കുടുംബത്തിൽ തന്നെ വരുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. കുറിച്ചു വെച്ചോ, ഇതൊന്നും ആയിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതുപോലെ കുറെ ഇനി അനുഭവിക്കാൻ കിടപ്പുണ്ടമ്മേ എന്ന് പറഞ്ഞിട്ട് അമ്മയെന്ന് പോലും വിളിക്കുന്നില്ല കേട്ടോ. അത്രയും പറഞ്ഞിട്ട് നമ്മുടെ മനു അങ്ങ് പോവാ. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ കമലയുടെ കണ്ണ് നിറഞ്ഞു ഒഴുകുകയാണ് കേട്ടോ. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും, എന്തൊക്കെ തെറ്റ് ചെയ്തു, ആരെ കൊന്നിട്ട് വന്നെന്ന് പറഞ്ഞാലും, സ്വന്തം മകനാകുമ്പോൾ ഒരു അമ്മയുടെ വേദനയെ, ആ ഒരു വേദന തന്നെയാണ് നമ്മുടെ കമലയ്ക്കും ഉള്ളത്. കമലയ്ക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഈ സമയം കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ അലീനയാണ്. അപ്പൊ അലീന കൃഷ്ണമോളോട് സംസാരിക്കുകയാണ് കേട്ടോ. പിന്നെ കൃഷ്ണമോളോട് പറയുകയാണ്, സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെങ്കൊച്ചിന്റെ അവസ്ഥ വളരെയധികം ദയനീയമാണ് കൃഷ്ണമോളെ. കാരണം ആ പെങ്കൊച്ചിനെ എല്ലാവരും കൂടെ ചേർന്ന് വളരെ മൃഗീയമായിട്ട് ബലാത്സംഗം ചെയ്തു എന്ന് തന്നെയാണ് പത്രത്തിലൊക്കെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് മീഡിയക്കാരൊക്കെ പറഞ്ഞിരിക്കുന്നത്. അത് വെറുതെ പറയുന്നതല്ല, അതുപോലെയാണ് 3 അവന്മാരും കൂടെ ചേർന്ന് 4 അവന്മാരും കൂടെ ചേർന്ന് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പൊ രോഹിത്തേട്ടന് പങ്കുണ്ടോ? രോഹിത്തേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യുവോ ചേച്ചി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അലീന പറയുന്നുണ്ട്, എനിക്ക് അറിയില്ല മോളെ, രോഹിത് പറയുന്നത് അവൻ ചെയ്തിട്ടില്ല എന്ന് തന്നെയാ. പക്ഷേ ഇതിപ്പം അവൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു, ആ സ്പോട്ടിൽ അവൻ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ബാക്കി എന്താണെന്നൊന്നും നമുക്ക് പറയാനോ മുൻകൂട്ടി കാണാനോ ഒന്നും പറ്റില്ലല്ലോ. ഏതായാലും കേസ് അന്വേഷണം നടക്കുന്നുണ്ടല്ലോ. അവൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവൻ രക്ഷപ്പെടുക തന്നെ ചെയ്യും. പക്ഷെ അവൻ തെറ്റ് ചെയ്താൽ, അത് നിന്റെ ചേട്ടനാണെങ്കിലും അതിപ്പോ നിന്റെ തന്തയാണെങ്കിൽ കൂടി കേസിന്റെ വഴിക്ക് പോകും. ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ല. നീതി ആ പെൺകുട്ടിക്ക് നീതി മേടിച്ചു കൊടുക്കുക തന്നെ വേണം. നമ്മളൊക്കെ ഒരു പെങ്കൊച്ചാണ്, നീ ഒരു പെങ്കൊച്ചാണ്, നിനക്ക് ഈ അവസ്ഥ വന്നിരുന്നെങ്കിലോ? അപ്പൊ അതുപോലെ തന്നെ നമ്മളെ കണ്ണിൽ കണ്ടാൽ മതി. ആ പെൺകുട്ടിക്ക് നീതി മേടിച്ചു കൊടുക്കണമെങ്കിൽ അവന്മാർക്കിട്ട് ശിക്ഷ കിട്ടുക തന്നെ വേണം എന്ന് തന്നെയാണ് നമ്മുടെ അലീന പറയുന്നത്. ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ബബിതയല്ല അലീന തന്നെ പറയുന്നുണ്ട് കൃഷ്ണമോളോട്, ഈ വിവരമെല്ലാം ഇതുവരെ നിന്റെ അമ്മ അറിഞ്ഞിട്ടില്ല മോളെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, അമ്മ അത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്തായിരിക്കും അവസ്ഥ അതൊന്നും എനിക്കറിയില്ല. ഏതായാലും ഇതുവരെ നിന്റെ അമ്മ അറിഞ്ഞിട്ടില്ല, പക്ഷെ ഉടനെ അറിയുക തന്നെ ചെയ്യും. അച്ഛന്റെ കാര്യം പിന്നെ പ്രശ്നമില്ല, അച്ഛന് വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ആ കേട്ടേന്റെ ആ ഒരു ഷോക്കിലാണ് നമ്മുടെ ബാലചന്ദ്രന് അങ്ങനെ ഒരു പെട്ടെന്നൊരു നെഞ്ചുവേദനയൊക്കെ വന്നത്. അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല നമ്മുടെ ബാലചന്ദ്രന്. ഏതായാലും ബാലചന്ദ്രനും പറയുന്നത് വേറെ ഒന്നുമല്ല,
തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ നമ്മുടെ രോഹിത്തിനാണെങ്കിലും അവന്മാർക്കാണെങ്കിലും കിട്ടണം എന്ന് തന്നെ ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് ബാലചന്ദ്രൻ നിൽക്കുന്നത്. അങ്ങനെ മനു നമ്മുടെ ബാലചന്ദ്രനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രനെ കണ്ടു കഴിയുമ്പോഴത്തേക്കും, ബാലചന്ദ്രന്റെ ആ ഒരു ദയനീയ അവസ്ഥ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മനു പറയുന്നുണ്ട്, എന്താ അങ്കിളെ ഞാൻ ചെയ്യേണ്ടത്, ഞാൻ ആരുടെ കൂടെ അങ്കിളെ നിൽക്കേണ്ടത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അങ്കിളെ എന്ന് പറയുമ്പോൾ, നീ വേറെ ആരുടെയും കൂടെ നിൽക്കേണ്ട, പറഞ്ഞല്ലോ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിച്ചിരിക്കണം, ശിക്ഷ കിട്ടിയിരിക്കണം, അവര് ലോക്കപ്പിൽ നിന്നും ഇറങ്ങാൻ പാടില്ല, സെൻട്രൽ ജയിലെങ്കിൽ സെൻട്രൽ ജയില്, കിടക്കട്ടെ പോയി, എല്ലാം ഉണ്ടോ കിടക്കട്ടെ, നമ്മുടെ കുടുംബത്തിലും ഉണ്ടല്ലോ പെമ്മക്കള്, ഒന്ന് ഓർത്ത് നോക്കുക അവരുടെ അവസ്ഥ എന്താന്നപ്പോഴത്തേക്കും മനു പറയുന്നുണ്ടല്ല, അത് ആരാ എന്താണെന്നൊക്കെ പോയി ഒന്ന് നമുക്ക് അന്വേഷിച്ച് ആ പെങ്കൊച്ചിനെ ഒന്ന് കാണണ്ടേ, മാത്രമല്ല അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേ, കാരണം നമ്മുടെ കുടുംബത്തിൽ നിന്ന് 2 പേരാണ് ആ പെങ്കൊച്ചിനെ ഇങ്ങനെ ആക്കിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പെങ്കൊച്ചിനൊന്ന് പോയി കണ്ട് ആശ്വസിപ്പിക്കുകയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തില്ലെങ്കിൽ നമ്മൾ മനുഷ്യരല്ലാതായി പോവില്ലേ എന്ന് പറയുമ്പം അത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് തന്നെ നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്. ഇതിന്റെ കൂടെ നമ്മുടെ വൈജയും സത്യങ്ങളൊക്കെ അറിയാൻ പോവുകയാണ് കേട്ടോ. അപ്പൊ അത് നാളെ കാണിക്കുമെന്ന് അറിയില്ല. ഏതായാലും വൈജയും സത്യങ്ങളൊക്കെ അറിയാൻ പോവുകയാണ്. തൻ്റെ മകനാണ് ഈ ക്രൂരതയ്ക്ക് പിന്നിൽ എന്നും കൂടെയാണ് നമ്മുടെ വൈജ ഇത് അറിയുന്നത്. വൈജ അങ്ങനെ തന്നെയാണ് എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷെ രോഹിത് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞതുപോലെ നമുക്കും രോഹിത്തിനും മാത്രമേ അറിയത്തുള്ളൂ. വൈജയോട് ഈ വിവരം വന്ന് പറയുന്നത് അവിടുത്തെ നമ്മുടെ ബാലചന്ദ്രന്റെ പെങ്ങളാണ് കേട്ടോ. പിന്നെ ന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം ആ ഒരു ഇതിലും നമ്മുടെ വൈജ അറിയുന്നുണ്ട്. കൂടാതെ ബബിത ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. ബബിതയും പറയുന്നുണ്ട്, ആകെ മൊത്തം സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൈജയ്ക്കും വല്ലാത്തൊരവസ്ഥയാണ്. അപ്പൊ വൈജ പോകാനിരുന്നത് വേറൊരു വാടക വീടെടുത്താണല്ലോ. ഏതായാലും വൈജയ്ക്ക് ഇപ്പം വാടക വീടെടുത്ത് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉണ്ടാകുന്നത്. കാരണം ഒരുപാട് ആഗ്രഹിച്ചാണ് ഒരു വാടക വീട് എടുത്ത് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് എടുത്ത് മാറാമെന്ന് വൈജ ആഗ്രഹിച്ചതാണ്. പക്ഷെ ഈ ഒരു അവസരത്തില് വൈജയ്ക്ക് വാടക വീട് എടുത്ത് മാറാനായിട്ട് സാധിക്കുന്നില്ല. നമ്മുടെ രോഹിത്തിന്റെ കേസും ഒക്കെ ആയിട്ട് മുന്നോട്ടേക്ക് പോകുന്നത് കൊണ്ട് തന്നെ വാടക വീട് എടുത്ത് മാറാൻ വേണ്ടി നമ്മുടെ വൈജയ്ക്ക് പറ്റത്തില്ല. അപ്പൊ മാത്രമല്ല വൈജ അങ്ങനെ നമ്മുടെ ബാലചന്ദ്രന്റെ അടുത്തേക്ക് തന്നെ പോകേണ്ട ഒരു ദയനീയ അവസ്ഥയാണ് വൈജയ്ക്ക് ഉണ്ടാകുന്നത്. ആകെ മൊത്തം ദയനീയ അവസ്ഥയാണ്. നമ്മുടെ ബാലചന്ദ്രന്റെ ദയനീയ അവസ്ഥ, വൈജയ്ക്ക് ദയനീയ അവസ്ഥ, ഇപ്പം രോഹിത്തിന് ദയനീയ അവസ്ഥ, മൊത്തത്തിൽ ഒരു ദയനീയ മയമാണ് അങ്ങോട്ടേക്ക്. അപ്പം മുത്തശ്ശിയും ഈ വിവരം അറിയുന്നുണ്ട്. ഏതായാലും മുത്തശ്ശി ഈ വിവരം അറിയുമ്പോഴത്തേക്കും ഹരിനെ തന്നെയാണ് കുറ്റപ്പെടുത്തുന്നത്. കാരണം ഹരി ഇത് ചെയ്തില്ലെങ്കിലേ ഉള്ളൂ അതിശയം. എല്ലാവർക്കും ഹരി ഇത് ചെയ്തതിൽ വളരെയധികം എല്ലാവർക്കും ഹരി ഇത് ചെയ്തതിൽ അതിശയിക്കാനായിട്ടൊന്നുമില്ല. പക്ഷെ രോഹിത്തും കൂടെ കൂടത്തിലുണ്ടല്ലോ എന്നോർത്താണ് എല്ലാവർക്കും ഒരു അതിശയവും എല്ലാവർക്കും ഒരു സങ്കടവും ഒക്കെ ഉള്ളത്. അപ്പൊ നാളെ ഏകദേശം ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമായിട്ടോ വരാൻ പോകുന്നത്. അപ്പൊ നാളെ രാവിലെ നമ്മൾ ഒരു 7:30-8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വിശേഷം ഇടുന്നതായിരിക്കും. സൺഡേ ആണെങ്കിലും നമ്മൾ വിശേഷം ഇടുന്നതായിരിക്കും. നാളെ രാവിലെ വിശേഷം ഒറിജിനൽ ഉണ്ടെങ്കിൽ നമ്മൾ രാവിലെ തന്നെ വിശേഷം ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ രേവതിയുടെയും സച്ചിയുടെയും കഥയും നാളെ രാവിലെ ഉണ്ടെങ്കിൽ ജിൽജിൽ ചിന്നുവിൽ ഇടുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ പുതിയ കഥകളൊക്കെ വരുന്നുണ്ട്. ഒരുപാട് പുതിയ കഥകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ആ കഥകളൊക്കെ നമ്മൾ മാക്സിമം ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും കഥകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. വേറെ ഏതെങ്കിലും കഥകളൊക്കെ വേണമെങ്കിൽ, അതുപോലെ തന്നെ അലീനയുടെയും മനുവിന്റെ അപ്കമിങ് വിശേഷം ഒക്കെ വേണമെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. പറഞ്ഞാൽ മതി. നമുക്ക് ഉച്ചയ്ക്കൊക്കെ പറ്റുന്ന ആ ഒരു സമയത്ത് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേരുകയാണ്. അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ എന്തെങ്കിലും വീഡിയോസിലൊക്കെ എന്തെങ്കിലും മാറ്റമൊക്കെ വരുത്തുന്നുണ്ടെങ്കിൽ, അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ഒക്കെ ആണെങ്കിലും കമന്റിലൂടെ പറയണേ. അതിനോടൊപ്പം തന്നെ നിങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കണേ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ശിവനും ഈ വിവരം അറിഞ്ഞിട്ട് നാട്ടിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. ശിവന് കഴിഞ്ഞ ദിവസം അങ്ങാണ്ടാണ് നാട്ടിൽ നിന്ന് തിരിച്ചു പോയത്. അപ്പൊ കേസിനോടനുബന്ധിച്ച് നമ്മുടെ ശിവൻ വീട്ടിൽ തിരിച്ചു വരുന്നുണ്ട്. ഏതായാലും ശിവനും ബാലചന്ദ്രനും തമ്മിൽ വീണ്ടും ഒരു യുദ്ധം നടക്കാറ്. കാരണം ശിവൻ ഹരിനെ പുറത്തിറക്കാൻ വേണ്ടി തന്നെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ബാലചന്ദ്രനോ മനുവോ ഒന്നും ഹരിയുടെ കൂടെ നിൽക്കുന്നില്ല. അവൻ ജയിലിൽ കിടക്കട്ടെ, അവൻ അങ്ങനെയെങ്കിലും ശിക്ഷ അനുഭവിക്കട്ടെ, തെറ്റ് ചെയ്തവനാണല്ലോ, അപ്പൊ ശിക്ഷ അനുഭവിക്കട്ടെ എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ സ്വന്തം മകനാണ്, അവൻ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അവരുടെ ഭാവി അതെല്ലാം ഓർക്കുന്നത് കമലയും ശിവനുമാണ് കേട്ടോ. അപ്പം അതൊക്കെ കോർത്തിണക്കിക്കൊണ്ടാണ് ഒരു വിശേഷം വരാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഇനി പറഞ്ഞു കൂടുതൽ ബോറാക്കുന്നില്ല. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ടാറ്റ ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാമേ.